ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിടിച്ചെടുക്കാനല്ലാതെ പിന്നെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് വിടാൻ ആരെങ്കിലും ചെയ്യും? അതെല്ലാം പിടിച്ചെടുത്ത് തന്നെ ആകും. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ രണ്ടാം തവണയും ചരിത്രത്തിലാദ്യമായിട്ട് ഭരണം കൈയാളുന്ന ഈ ഒരു LDF ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ അത് വെറുതെ ഏതെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനമായിരിക്കില്ല. അതിനകത്ത് ശാസ്ത്രീയമായിട്ടും പഠനത്തിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും. അപ്പോൾ നമുക്കിനി കാണാൻ പോകുന്ന പൂരം നമ്മളിങ്ങനെ പറയുന്നില്ല, നമുക്ക് പയറ്റാം. KPSCയുടെ ആദ്യകാല സെക്രട്ടറി രാജഗോപാലൻ നായർ സാർ, അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഈ പുനലൂർ. ആ കാലഘട്ടത്തിൽ ഇത്രയും എതിര് ഉള്ള സമയത്ത് KPSCയെ പോലെയുള്ള ഒരു ട്രൂപ്പിനെ സംഘടിപ്പിച്ച് ഈ കേരളം മുഴുക്ക കൊണ്ടു നടന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തി വിജയിച്ച ഒരാളാണ് രാജഗോപാലൻ നായർ സാർ. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്. ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ KPSCയുടെ ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ബേസ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് തന്നെ ഇങ്ങനെയുള്ള ഒരു ആരംഭം കുറിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നിമിത്തം, നല്ല നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിടിച്ചെടുക്കാനല്ലാതെ പിന്നെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് വിടാൻ ആരെങ്കിലും ചെയ്യും? അതെല്ലാം പിടിച്ചെടുത്ത് തന്നെ ആകും. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ രണ്ടാം തവണയും ചരിത്രത്തിലാദ്യമായിട്ട് ഭരണം കൈയാളുന്ന ഈ ഒരു LDF ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ അത് വെറുതെ ഏതെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനമായിരിക്കില്ല. അതിനകത്ത് ശാസ്ത്രീയമായിട്ടും പഠനത്തിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും. അപ്പോൾ നമുക്കിനി കാണാൻ പോകുന്ന പൂരം നമ്മളിങ്ങനെ പറയുന്നില്ല, നമുക്ക് പയറ്റാം. ഇന്ന് കൊല്ലൂരിൻ്റെ മണ്ണിലിറങ്ങിയിട്ട് ഇവിടുത്തെ നാട്ടുകാർ, കൊല്ലൂരിലെ വോട്ടർമാർ എങ്ങനെയാണ് അങ്ങയെ കണ്ടതും സ്വീകരിച്ചത്? ഇല്ല, വളരെ ആവേശപരമായിട്ടുള്ള സ്വീകരണമായിരുന്നു. അപ്പം ശരിക്കും എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് ഇന്നസെൻ്റ് ചേട്ടൻ MP ആണ്. അദ്ദേഹം കൊല്ലത്ത് വന്നിട്ട് ഇങ്ങനെ എൻ്റെ പ്രവർത്തനത്തിൽ ഇങ്ങനെ പങ്കാളിയായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചു. ഈ നമ്മളെ സിനിമ എന്നുള്ള നിലയിലാണോ ഇവരെല്ലാം ഇത്ര ആവേശമായിട്ട് എന്നെ നോക്കുന്നതും കൈ കാണിക്കുന്നതും ചിരിക്കുന്നതും കൈ പിടിക്കുന്നതും ഒക്കെ, ഇതൊക്കെ വോട്ടായി മാറുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരു ഉപദേശം അന്ന് തന്നു. നമ്മൾ സൂക്ഷിച്ചു നോക്കണം അവരുടെ മുഖം. വെറുതെ ഒരു കൈകാണിപ്പാണെങ്കിൽ വോട്ടല്ല, ഹൃദയത്തിൽ നിന്നുള്ള ഒരു കൈകാണിപ്പാണെങ്കിൽ വോട്ടാണ്. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഗംഭീരമായ ഭൂരിപക്ഷം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വോട്ടെന്ന് നിശ്ചയിച്ചവരൊക്കെ വോട്ട് തന്നെ ചെയ്തു. ഇന്നിപ്പോൾ പുനലൂർ തുടക്കമാണ്. എല്ലാവരും കൈ കാണിച്ചതും കൈ പിടിച്ചതും കൂടെ നിന്ന് ഫോട്ടോ എടുത്തുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെയാണെന്ന് 100% ഞാൻ ഉറപ്പിക്കുന്നു. രാഷ്ട്രീയ ചൂട് കൂടിയപ്പോൾ മറ്റേ ചൂട് ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു. കാര്യം ഞാൻ അറിയുന്നില്ല ചൂട്. അത്രമാത്രം ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ്. കാര്യം ചെറിയ ഒരു മത്സരമല്ല. ഇപ്പോൾ നാടിനാവശ്യമായിട്ടുള്ള ഒരു വിജയം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഒരു MP വെച്ചിട്ട് തന്നെ നമ്മൾ ഇത്രയും പോരാടിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ, അതായത് 19ഓ 20ഓ അല്ലെങ്കിൽ ആ തരത്തിലുള്ള MP മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ഗുണത്തിനാണ്, കേരളത്തിൻ്റെ ഭാവിക്കാണ്, കേരളത്തിൻ്റെ നിലനിൽപ്പിനാണ്.